Today I'm going to share about OCD, Obsessive Compulsive Disorder. നിനക്ക് ഒ സി ഡി ഉണ്ടോ, അല്ലെങ്കിൽ നീ ഇത് എപ്പോഴും ക്ലീൻ ചെയ്താൽ വയ്ക്കണം, നിനക്ക് ഒ സി ഡി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ നമുക്ക് പല രീതിയിലും ഈ ഒ സി ഡി ലൈക്ക് ഒരു ഫണ്ണായിട്ട് കാണുന്നവരുണ്ട്. ലൈക്ക് ഒരാൾ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒ സി ഡി ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒ സി ഡി ഉണ്ട്. പക്ഷേ എന്താണ് ആക്ച്വലി ഒ സി ഡി ആൻഡ് ഹൗ, ലൈക്ക് ഒരു ഒ സി ഡി ഉള്ള ഒരു വ്യക്തി എന്തോരം ഇമോഷണലി സഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി എന്തോരം അവർക്ക് കഷ്ടപ്പാടുണ്ട് എന്നാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഒ സി ഡി എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ മീൻസ് നമുക്ക് ഭയങ്കര ഇറാഷണലായിട്ടുള്ള തോട്ട്സ്, അല്ലെങ്കിൽ നമുക്കറിയാം അത് ഒരു കാര്യമില്ലാണ്ട് ആ തോട്ട് വരുന്നതാണ്. പക്ഷേ ആ ഫിയർ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് സർട്ടൻ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡോറ് ലോക്ക് ചെയ്തു, വീണ്ടും വീണ്ടും ഒരു തവണ ചെക്ക് ചെയ്തു, രണ്ടോണം ചെക്ക് ചെയ്തു, വീണ്ടും അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ ടച്ച് ചെയ്തു, അയ്യോ അപ്പം എൻ്റെ കയ്യിൽ ജേമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് പടരുമോ, പിന്നെ പോയി കൈ കഴുകുന്നു, അപ്പോൾ അവിടെ തൊടുന്നു, പിന്നെയും പോയി കൈ കഴുകുന്നു, പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ ടച്ച് ചെയ്തു, പിന്നെയും കൈ കഴുകിക്കൊണ്ടേയിരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഹാമാവും, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ എനിക്കത് ഹാമാവും, അങ്ങനെയുള്ള തോട്ട്സ് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മുടെ തോട്ട്സ് ഇങ്ങനെ വീണ്ടും ഓക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ പറയണം, അങ്ങനെ ഫ്രേസസ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെ റിപ്പീറ്റഡായിട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റെപ്പ് കയറുമ്പോൾ വീണ്ടും താഴെ ഇറങ്ങുന്നു, പിന്നെയും കയറുന്നു, അങ്ങനെ കുറേ സർട്ടൻ ബിഹേവിയേഴ്സ്. ഇതുപോലെ ഈ ഒ സി ഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. സോ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പി ഉണ്ട്, CBT ഉണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ CBT ചെയ്യും. എന്നിട്ട് നമ്മൾ തോട്ട്സ് അനലൈസ് ചെയ്യും, ആ തോട്ട്സിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ മെഡ്സും ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. പക്ഷേ ഇതാണ് ജസ്റ്റ് ഒരു ഷോർട്ട് OCD.